നാളെ രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓട്ടയ്ക്ക് ചെയ്തത്. ഈ ഓട്ടനാണെങ്കിൽ മൊത്തം ആലിയ മയ. പുള്ളി നല്ല കട്ട ആലിയ ഫാനാണ്. നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത്. ഇത് നമ്മുടെ സെക്രട്ടേറിയറ്റ്. ഇവിടെയാണെങ്കിൽ മൊത്തം ആളും ബഹളവും ഇപ്പോൾ സമരവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് നമ്മുടെ സ്റ്റുഡിയോ ആണെങ്കിൽ 11 മണിക്ക് തുറക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സ്റ്റാച്യു റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് നമ്മളൊരു ബിരിയാണി അങ്ങ് ഓർഡർ ചെയ്തു. ബിരിയാണി ഒന്നും നോക്കിയില്ല, ഉടനെ ഓർഡർ ചെയ്തുള്ളൂ പൈസ ലാഭിക്കാനായിട്ട്. പക്ഷേ 2 വറുത്ത ചിക്കനും അതേപോലെ 2 ചിക്കൻ പീസൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റിയിൽ നല്ല മുട്ട വരെ അതിനകത്തുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഒരു കാപ്പിയും കുടിച്ച് നമ്മൾ നേരെ ഇറങ്ങി. ഇത് ഏതോ സ്റ്റാച്ചു ആണ് എനിക്കത്, ഏതോ മഹാരാജാവിൻ്റെ ആണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നേരെ സ്റ്റുഡിയോയിൽ ചെന്നിട്ട് നമ്മൾ മെയിൻ ആക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഷോപ്പിംഗ് ചെയ്ത് ഇറങ്ങി. പിന്നെ നല്ല എക്സിക്യൂട്ടീവ് ലുക്കിൽ വേണ്ട നാളൊക്കെയാണ്. പിന്നെ ഒന്നും നോക്കിയാൽ മുടിയൊക്കെ കട്ട് ചെയ്ത് നല്ല എക്സിക്യൂട്ടീവ് ഷേപ്പായി, അല്ല എക്സിക്യൂട്ടീവ് ലുക്കായി. പിന്നെ നമ്മൾ ക്ഷീണം മാറ്റാൻ ഒരു സർബത്ത് കുടിക്കണമല്ലോ. സർബത്ത് കുടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചേട്ടൻ്റെ അടുത്ത് നിന്ന്. ഈ ചേട്ടൻ നല്ല ഗൗരവത്തിൽ നമ്മുടെ ഫ്രൂട്ട് സർബത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കാണാൻ നല്ല അടിപൊളിയൊക്കെ ആയിട്ടുണ്ട്. കാരണം മിൽക്ക് മെയ്ഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ടേസ്റ്റ് തീരെ പോലായിരുന്നു കേട്ടോ. ഈ ക്ഷീണം മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ അടുത്ത കടയിൽ ചെന്നിട്ട് പാൽ സർബത്ത് ഓർഡർ ചെയ്ത് കുടിച്ചത്. പാൽ സർബത്ത് പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ. അത് നല്ലൊരു സാധനം തന്നെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി നമ്മൾ ഒന്നും കൂടി ഫ്രൂട്ട് സർബത്ത് കുടിച്ച് അതും കൊള്ളായിരുന്നു കേട്ടോ.